ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഖുർആൻ കയ്യെഴുത്ത് പ്രതി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചയാൾ വിറ്റ് പണവുമായി മുങ്ങിയതായി പരാതി. നിരവധി റെക്കോർഡുകൾ സ്വന്തമായുള്ള കലാകാരൻ കാർട്ടൂണിസ്റ്റ് ദിലീപാണ് താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന പരാതിയുമായി അധികൃതരെ സമീപിച്ചത്. പാലക്കാട് ആലത്തൂർ സ്വദേശിക്കെതിരെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയെന്നും ദിലീപ് ദുബൈയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗിന്നസിൽ വരെ ഇടം നേടി പലതവണ വാർത്തകളിൽ നിറഞ്ഞതാണ് ദിലീപ് 3 വർഷം കൊണ്ട് തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഖുർആൻ കയ്യെഴുത്തു പ്രതി. 4.5 കോടി രൂപ വരെ പലരും വില പറഞ്ഞിട്ടും താൻ വിൽക്കാതെ സൂക്ഷിച്ചിരുന്ന അമൂല്യ വസ്തു പാലക്കാട് ആലത്തൂർ സ്വദേശിയായ ജംഷീർ വടഗിരിയിൽ തന്ത്രപൂർവ്വം കൈക്കലാക്കി 24 ലക്ഷം രൂപയ്ക്ക് മറിച്ചു വിറ്റുവെന്നാണ് ദിലീപിന്റെ ആരോപണം. 10 മാസങ്ങൾക്ക് മുമ്പ് ജംഷീർ വടഗിരിയിൽ എന്നെ സുഹൃത്തായിരുന്ന അദ്ദേഹം ഈ ഖുർആന് ഉന്നതങ്ങളിലേക്കും എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഈ ഖുർആൻ വാങ്ങുകയും 10 മാസമായിട്ട് ഇതുവരെ എനിക്ക് ഖുർആനോ മറ്റെത്തിക്കൽ വ്യക്തികളോ ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താൻ ആഗ്രഹിച്ചത്. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. എൻ്റെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഖുർആൻ എനിക്ക് തിരിച്ചു കിട്ടണം എന്ന ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ നിങ്ങളെ സമീപിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. അതേപോലെ പാലക്കാട് SP-ക്കും പരാതി കൊടുക്കുന്നുണ്ട്. നിയമപരമായിട്ട് ഇവിടെയും ഞാൻ പരാതിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഖുർആൻ കയ്യെഴുത്തു പ്രതി ദുബായ് സർക്കാർ തലത്തിലുള്ളവർക്ക് കൈമാറാമെന്ന് പറഞ്ഞ് ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നുംപറമ്പിലിന്റെ സുഹൃത്തെന്ന് പരിചയപ്പെടുത്തിയാണ് ജംഷീർ തന്നെ സമീപിച്ചതെന്ന് ദിലീപ് പറഞ്ഞു. എന്നാൽ ഫിറോസിന് വിൽപ്പനയിലോ ഇടപാടിലോ പങ്കുള്ളതായി താൻ സംശയിക്കുന്നില്ല. വലിപ്പമേറിയ ഖുർആൻ തൻ്റെ ദുബൈയിലെ ഗാലറിയിൽ വെക്കാൻ അസൗകര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ബിസിനസ്സുകാരൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞാണ് ജംഷീർ കൊണ്ടുപോയത്. ഇത് 24 ലക്ഷം രൂപയ്ക്ക് താനറിയാതെ പിന്നീട് വിൽക്കുകയായിരുന്നുവെന്ന് ദിലീപ് മുഖ്യമന്ത്രിക്കും പോലീസ് അധികൃതർക്കും നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു. മീഡിയ 1 ദുബായ്.